പില്ലേഴ്സുമ്പോ തട്ടുമ്പോൾ സരിഗമ പതിനിസ എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. താജ് ഹോട്ടലില് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കും എല്ലാം നടക്കുന്ന ത്രിവേണി സംഗമത്തെ പറ്റിയായിരുന്നു. 3 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം ഒരിക്കലെങ്കിലും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. 100ഓളം ഗേൾസിന്, ഞാൻ പഠിച്ചൊരു ഗേൾസ് ഓൺലി സ്കൂളാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആഷി സെബാസ്റ്റ്യൻ. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കറന്റ്ലി ഞാൻ കാനഡയിലാണ്. കാനഡയുടെ ക്യാപിറ്റലായ ഓട്ടോയിലാണ് ഞാൻ താമസിക്കുന്നത്. നാട്ടില് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കുറുക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനിവിടെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് 2.5 വർഷം മുന്നേ വന്ന് ഇപ്പോൾ മാസ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. കാൾട്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സസ്റ്റൈനബിൾ എനർജിയിൽ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. കമ്പനിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ട്രാവൽ സ്റ്റോറീസ്, അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങൾ ഞാൻ ട്രാവൽ ചെയ്തു ഇന്ത്യയിൽ, എസ്പെഷ്യലി ഇന്ത്യയിൽ. ആൻഡ് അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മൈ ഫസ്റ്റ് വീഡിയോ അതിനെപ്പറ്റി ആയിരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് പ്രത്യേകിച്ച് മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ കാര്യങ്ങളും ഞാനൊരു സ്റ്റോറി രീതിയിലായിരിക്കും പറയാം. അപ്പം എൻ്റെ ഫ്രണ്ട്സ് നോർമലി എന്നോട് പറയാറുണ്ട്, ചെറുതായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരിങ്ങനെ പറയും, നീ എന്തിനാ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്? കുറേ കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, എൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതെന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, ഓൺ എ ഡെയിലി ബേസിസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു കഥ പോലെ പറയുമ്പോൾ മേ ബി അവർക്കും അത് ഇമാജിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ കൊടുക്കുകയാണ്. ആൻഡ് എന്നോടും അങ്ങനെയാണ് ഒരാൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാനും ഭയങ്കര ഈസിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ട്രാവലിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇത്ര വലിയൊരു ട്രാവലറോ അല്ലെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഇത്രയും വർഷക്കാലം, ലൈക്ക് ഒരു 26 ഇയേഴ്സ് ഓഫ് ലൈഫിൻ്റെ ഇടയിൽ ഞാൻ ട്രാവൽ ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ആൻഡ് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ. എന്നെ സംബന്ധിച്ച് യാത്ര എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു പക്ഷേ KSRTCയിലെ സൈഡ് സീറ്റിലിരുന്ന് കുറച്ച് മഴയൊക്കെ കൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരു സെറ്റ് ഓഫ് മെലോഡിയസ് സോങ്സ് കേൾക്കുന്നത് മുതൽ ഞാൻ ലാസ്റ്റ് ഇയർ ഈ സമയത്ത് കസോൾ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ആ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഏതൊരു ചെറിയ യാത്ര പോലും ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് സമയത്ത് നമുക്ക് അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശീതൾ. അപ്പോൾ അവളും ഞാനും ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടുകാർ അങ്ങനെ ആ ഒരു സമയത്ത് എന്തായാലും നമ്മൾ വിടില്ല, നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു, എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 1 to 2 അവർ ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തിൽ നിന്ന് നടന്ന് ചിലപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തും, അല്ലെങ്കിൽ ലൈക്ക് പ്രോപ്പർ ടൗൺ എത്തും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ, ചിലപ്പോൾ അതിൽ പരദൂഷണങ്ങളുണ്ടായിരിക്കും, പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. റീസെൻ്റ് ആയിട്ട് വരെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ലൈക്ക് വി റിയലി മിസ് ദോസ് ഡേയ്സ്. പ്രവാസിയായ ഏതൊരാൾക്കും, അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഈതർ പ്രവാസി അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പുറത്തു പോകുന്ന ഇപ്പോൾ സ്റ്റുഡൻസിന്, അതിപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ആഗ്രഹമായിരിക്കും കുറച്ചെങ്കിലും പൈസയായിട്ട് നാട്ടിൽ പോകണം. നാട്ടിൽ പോകുന്ന സമയത്ത് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലീനെയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകണം. അതായത് നമുക്ക് കിട്ടാത്ത കുറച്ച്, ചിലപ്പോൾ കിട്ടിയതായിരിക്കാം, പക്ഷെ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് സംഭവങ്ങൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനും അതുപോലെ തന്നെ ആ ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ആൾക്കാർ, ഇൻക്ലൂഡിങ് മീ, ഞാനാണെന്നുണ്ടെങ്കിലും പുറത്തൊരു സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് വന്നത്. അങ്ങനെ വരുന്ന ഏതൊരാൾക്കും നാട്ടിൽ പോകുന്ന സമയത്ത് കുറേ പ്ലാൻസ് ഉണ്ടായിരിക്കും. എനിക്കും അതുപോലെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ആഗ്രഹങ്ങളെല്ലാം ഉള്ള സമയത്താണെങ്കിലും എൻ്റെ മെയിൻ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്നൊക്കെ പറയാം, എനിക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണണം. അതിനായിരുന്നു ഞാൻ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ലൈക്ക് എൻ്റെ സ്കെഡ്യൂൾസ് ഒക്കെ അതിനനുസരിച്ച് ഞാൻ സെറ്റ് ആക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ട്രിപ്പ് പോകുന്നതിനോട് അല്ലെങ്കിൽ അതിനോടൊരു കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത്, ഒരു പ്രിയം, യാത്രകളോടുള്ള ഒരു പ്രിയം എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതിന് കുറേ റീസൺസ് ഉണ്ട്. ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത്, അതായത് ഞാനും ചേച്ചിയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അപ്പനും അമ്മയും ഞങ്ങൾ ഒത്തിരി ട്രിപ്പുകൾ കൊണ്ടുവരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫോട്ടോസിൽ കണ്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 5 മാസം പ്രായമുള്ള സമയത്താണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ മൈസൂരൊക്കെ ട്രിപ്പ് പോകുന്നത്. അതൊക്കെ ഫോട്ടോസിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ കൊല്ലവും വേളാങ്കണ്ണിയിലേക്ക് പോകണമെന്ന്, അതൊരു ട്രിപ്പല്ല, ലൈക്ക് അതൊരു തീർത്ഥാടന യാത്രയാണ്. സ്റ്റിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട്, ഞങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോയിരുന്നതാണ്. അപ്പം ഞാൻ ആ സമയത്ത് ലൈക്ക് ഒരു സാറ്റർഡേ സൺഡേ ആണ് ട്രിപ്പ് പോകുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഞാൻ മേ ബി മൺഡേ മുടക്കമായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം ഞാനന്ന് ലീവായിരിക്കും എന്നും.
ഞാൻ കൊണ്ടുവരുന്ന ചിലപ്പോൾ കൊന്തയായിരിക്കാം, മോതിരങ്ങളായിരിക്കാം, ഇതൊക്കെ വെയിറ്റ് ചെയ്ത് അവരും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു 2ാം ക്ലാസ് 3ലൊക്കെ എത്തിയ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഒരു 4 സ്ഥലങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. പഴനി, രാമേശ്വരം, മധുരൈ, കൊടൈക്കനാൽ. ഇതിൽ കൊടൈക്കനാലായിരുന്നു എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ. തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ ബാക്കി സ്ഥലങ്ങളുടെ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും എനിക്കന്ന് അറിയില്ല. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കാര്യങ്ങൾ കഥ പോലെ പറയാൻ ഇഷ്ടം ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ എൻ്റെ അമ്മ ഒത്തിരി വായിക്കുമായിരുന്നു. അമ്മയിൽ നിന്നാണ് വായിക്കാനും കഥകൾ പറയാനും കഥകൾ കേൾക്കാനും എല്ലാം ഉള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പോകുന്ന സ്ഥലത്തു നിന്നെല്ലാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്മറി എൻ്റെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോൾ പഴനിയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ ആ പടി ചവിട്ടി കയറുന്നതും. അതുപോലെ തന്നെ രാമേശ്വരത്തിൽ നിന്ന് ഒത്തിരി ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമ്മൾ പ്രസാദം വാങ്ങുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മധുര മീനാക്ഷി അമ്പലത്തിൽ പോയിട്ട് നമ്മളവിടെ എത്തുന്നത് ഒരു ഈവനിങ് സമയത്താണ്. അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ അവിടെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം, നമ്മളൊരു നിശ്ചിത സമയത്ത് അതിനുള്ളിൽ കയറുകയാണെങ്കിൽ തൂണുമ്മ, അതായത് ഒത്തിരി പില്ലേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ പില്ലേഴ്സുമ്മ തട്ടുമ്പോൾ സരിഗമ പദനിസ എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നമ്മൾ എത്തിയത് ലേറ്റ് ആയിട്ടായിരുന്നു, ഓൾറെഡി അത് ക്ലോസ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ അത്ര ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി. അന്ന് അതിൻ്റെ വാല്യൂസ് എനിക്ക് അറിയില്ല. ലേറ്റർ ആണ് ഞാൻ എൻ്റെ സോഷ്യൽ സയൻസിലും ഹിസ്റ്ററി, ജോഗ്രഫിയിലൊക്കെ ഞാൻ ഈ സ്ഥലങ്ങളെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, വിഷമമുണ്ട്. കാരണം വാല്യൂസ് അറിയാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് കണ്ടുവന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. പിന്നീട് 2008 നമ്മൾ ബോംബെക്ക്, അന്ന് മുംബൈയിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. മുംബൈക്ക് നമ്മൾ ട്രിപ്പ് പോയ സമയത്താണെങ്കിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അപ്പം അന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, എലിഫന്റ് കേവ്സ്, പിന്നെ പ്ലാനറ്റോറിയം, കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ മുംബൈയിൽ ഈ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അതേ വർഷം നവംബറിലാണ് താജ് ഹോട്ടലിൽ മുംബൈ ആ ടെററിസ്റ്റ് അറ്റാക്കും എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് നമ്മൾ നടന്നു വന്ന വഴികളിലാണ് പിന്നീട് ഈ ഭീകരാക്രമണവും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആ സ്ഥലത്തെ പറ്റിയുള്ള ഒരു മെമ്മറി ആണെങ്കിലും സ്റ്റിൽ ഓർത്തിരിക്കുന്ന ഒരു അടിപൊളി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം വൈകുന്നേരം നമ്മൾ മുംബൈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രാത്രിയാണ്, ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒരു ഡെസേർട്ട് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. നോർമലി ആ സമയത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഓറഞ്ച് കോൺ അതിൻ്റെ മുകളിൽ ഇതൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു വാനില, ലൈക്ക് ഒന്നെങ്കിൽ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു 2 ഫ്ലേവർ, അതിനും കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആ ചേട്ടൻ അവിടെ വിൽക്കുന്നുണ്ടായിരുന്ന ഐസ്ക്രീം എന്ന് പറയുന്നത് ഓറഞ്ച് കോണിൻ്റെ മുകളിൽ 4 ഫ്ലേവേഴ്സാണ് ആൾ ഇട്ട് വന്നത്. സ്റ്റിൽ എനിക്ക് ഓർക്കാൻ പറ്റും, അതിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു, വാനില ഉണ്ടായിരുന്നു, പിസ്ത ഉണ്ടായിരുന്നു. ഞാനും ചേച്ചി ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുക, നമുക്കിത് എങ്ങനെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈസക്കെങ്കിൽ ഒരു 10 രൂപയ്ക്കാണ് അന്നാൾ നമുക്കത് തന്നത്. അപ്പം അത് എനിക്ക് ഇന്നും ഭയങ്കര ലൈക്ക് ഒരു സ്വീറ്റ് മെമ്മറി പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. മുംബൈ എന്ന് ഓർക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കാളും അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളെക്കാളൊക്കെ കൂടുതൽ ഈ ഒരു വെബ്. ഇൻ ബിറ്റ്വീൻ ഞാൻ 6th 7th പഠിക്കുന്ന സമയത്ത് നമ്മൾ കന്യാകുമാരിയിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. ഇതൊരു 2 or 3 day ട്രിപ്പ് ആയിരിക്കും. നമുക്ക് മെയിനായിട്ട് അറിയാം കന്യാകുമാരി ഈസ് മെയിൻലി ഫേമസ് ഫോർ സൂര്യാസ്തമയം, സൂര്യോദയം, ഇതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ അറിയാതിരുന്നൊരു സംഭവം അവിടെ എത്തി മനസ്സിലാക്കിയത് ത്രിവേണി സംഗമത്തെ പറ്റിയായിരുന്നു. അപ്പോൾ 3 സമുദ്രങ്ങൾ കൂടിച്ചേരുന്നൊരു സ്ഥലം നമ്മളിങ്ങനെ വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഞങ്ങൾ താമസിച്ച ഒരു അപ്പാർട്ട്മെന്റിനും ലൈക്ക് ലോഡ്ജ്, അവിടെ നിന്ന് നമുക്ക് വ്യൂ ഉണ്ടായിരുന്നു ഇതിലേക്ക്. അപ്പോൾ ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും അറേബ്യൻ സീയും, എനിക്ക് കറക്റ്റ് കളർ പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷേ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രീൻ ബ്ലൂ, 3 ലെയറായിട്ട് എനിക്കിപ്പോഴും ലൈക്ക് ഞാൻ കണ്ട ഒരു കാഴ്ച എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ അതേ കുളിർമയോട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അവിടുത്തെ വൺ ഓഫ് ദ മെയിൻ മെമ്മറി എനിക്ക് കിട്ടിയത്, തൊട്ടടുത്ത് തന്നെ നമ്മൾ വിവേകാനന്ദ പാറയുണ്ട്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പാകത്തിൽ അവിടെ ഒരു ബിൽഡിങ് ഉണ്ട്. അപ്പം അതിൽ ഓമെന്ന് പച്ച നിറത്തിൽ ഓമെന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുവരെ മെഡിറ്റേഷൻ ചെയ്യാത്തവരാണെങ്കിൽ പോലും ആ ഒരു ആംബിയൻസും എല്ലാം നമുക്ക് കിട്ടും. ആൻഡ് നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. പിന്നെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ പോയ ട്രിപ്പുകൾക്കെല്ലാം. അപ്പോൾ പിന്നെ 2019 ഞാൻ ആ സമയത്ത് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോകുന്നത്. അപ്പം അതിൽ പഞ്ചാബ്, ആഗ്ര, ഡൽഹി, രാജസ്ഥാൻ, ഈ സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് മെയിനായിട്ട് ഇനിയും പോകണം, എനിക്കിഷ്ടപ്പെട്ടു, അത്രയും ഒരു ഇൻട്രസ്റ്റോട് കൂടെ ഞാൻ ഇപ്പോഴും നോക്കിക്കാണുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് അക്ഷർധാം ടെമ്പിള്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7ാമത്തെ ഹിന്ദു ടെമ്പിളാണ് അക്ഷർധാം. അപ്പോൾ
ഒരു പക്ഷെ അതിന്റെ അന്നാണെങ്കിലും എനിക്ക് അതിന്റെ ഒരു പരിധിക്ക് മേലെ എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല. പിന്നെ നമ്മളോട് അവിടെ ഫോൺ കയറ്റരുത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. നമുക്ക് ഗൂഗിളിൽ നിന്നും കാണുന്ന കുറച്ച് ഫോട്ടോസ് മാത്രമേ, അല്ലെങ്കിൽ ആ കുറച്ച് വാല്യൂസ്, അല്ലെങ്കിൽ ലൈക്ക് നോട്ട് വാല്യൂസ്, ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു അമ്പലം ആ സമയത്തും അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടൂർ ഗൈഡ് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ സമയം ഒരു ഈവനിങ്, ലൈക്ക് ഒരു 4 മണിയോടടുത്താണ്. അപ്പം അന്ന് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ അവിടെ ഒരു വാട്ടർ ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആ സ്ഥലം എനിക്ക് ഇന്നും സ്പെഷ്യല്, ഞാനവിടെ എത്തിയ സമയം എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ വെയിലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു 4 മണി 5 മണി 6 മണി സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഇളം വെയിലും ആയിരിക്കും. അതുപോലെ കുറച്ച് തണുത്ത കാറ്റൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ആംബിയൻസും സ്ഥലവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതിനും അടിപൊളിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പിക്ചേഴ്സിൽ കുറച്ചെങ്കിലും അക്ഷർധാം ടെമ്പിളിനെ കുറിച്ച് കാണാൻ പറ്റുമായിരിക്കും, ന്യൂഡൽഹിയിലുള്ളത്. പക്ഷേ അത് ഒരിക്കലെങ്കിലും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഇനിയും പോകണമെന്ന് ഒരാൾ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം അക്ഷർധാം ടെമ്പിൾ ആയിരിക്കും. അതുപോലെ അടുത്തത് വാഗ ബോർഡർ സെർമണി. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബോർഡറിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു സെർമണി നടക്കും. അപ്പോൾ ഒരു 2 മണി 3 മണി സമയത്തൊക്കെ ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്യും. ആൻഡ് വിന്ററിലും സമ്മറിലും ഈ വാഗ ബോർഡർ സെർമണിക്ക് ടൈം ഡിഫറൻസ് ഉണ്ട്. 4:15 വിന്ററിലും 5:15 സമ്മറിലും ആയിരിക്കും. ആൻഡ് എല്ലാവർക്കും അത് കാണാൻ പറ്റും, കാരണം നമ്മൾ പേ ചെയ്തിട്ടെല്ലാം അങ്ങോട്ട് പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഏതൊരു ഇന്ത്യക്കാരനും അത് കണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് അന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ 2 മണി 3 മണി സമയത്ത് നമ്മൾ ഒത്തിരി ക്യൂ ആ. കാരണം എല്ലാ ദിവസവും നടക്കുന്നതാണെങ്കിലും ഒത്തിരി ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈവൻ അതൊരു വലിയ ടൂർ പാക്കേജിൻ്റെ കൂടെ നമ്മൾ പോയൊരു ട്രിപ്പാണെങ്കിൽ പോലും ഒത്തിരി അധികം ആൾക്കാർ, നമുക്കിപ്പോൾ ഭാഷയൊന്നും അറിയണമെന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അതൊരു വലിയ സ്റ്റേഡിയം, ലൈക്ക് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ തന്നെ വലിയൊരു സ്റ്റേഡിയത്തിൽ നമ്മളിങ്ങനെ മേലെ, പക്ഷെ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു 30 to 40 മിനിറ്റ്സ് ആണ് ദ ഹോൾ സെർമണി ഉണ്ടായിരിക്കുക. പക്ഷെ അതിന് മുന്നേ കുറച്ച് വാം അപ്പ് സെഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് നീണ്ടുപോകും. എൻ്റെ അവസാനം ഒരു ഡാൻസ് പോലെ അവരൊരു വലിയ ഒരു പാട്ടൊക്കെ വെക്കും. അപ്പോൾ ആഗ്രഹമുള്ളവർക്കൊക്കെ താഴെ ആ സ്റ്റേഡിയത്തേക്ക് ഇറങ്ങി ഡാൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പറ്റുന്ന വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം. ആ ഒരു സമയത്ത് ലൈക്ക് ആസ് എൻ ഇന്ത്യ, അതായത് നമ്മുടെ നാഷണൽ ആന്തം, ജനഗണമന, ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും അപ്പുറമാണ്. ഇപ്പം നമ്മളിത് കാണുന്നത് ഇന്ത്യയുടെ സൈഡിൽ നിന്നാണ്. ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും, ആ ബോർഡർ കഴിഞ്ഞ അപ്പുറത്ത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ സൈഡിലും അവരുടെയും ഒരു സെർമണി നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ത്യയുടെ ഭാഗത്തിൽ നിന്നുള്ള സെർമണി കാണാനും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, ഭയങ്കര കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ നിന്ന് ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അതിപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു രാജ്യത്തോടുള്ള ഒരു സ്നേഹമൊക്കെ ഇന്ന് എനിക്ക് വരും. ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും ഞാൻ പറഞ്ഞു തന്ന കഥകളെല്ലാം ഞാൻ ഫാമിലി ആയിട്ട് പോയ ട്രിപ്പുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുമായിരുന്നു. എല്ലാ കൊല്ലവും വീട്ടിൽ തന്നെ ട്രിപ്പ് ഒന്നും വിടില്ല സ്കൂളിൽ നിന്ന് പോകുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നതല്ലേ. പിന്നെ ചില സമയങ്ങളിൽ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ കുറേ വാശിയൊക്കെ പിടിച്ചതിൻ്റെ പേരിലായിരിക്കും അമ്മ ചിലപ്പോൾ ഇടുന്നത്. അപ്പോൾ LKG പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് തൃശ്ശൂരുള്ള സൂവിലാണ്. ആ സമയത്ത് പിള്ളേരെല്ലാവരെയും ഭയങ്കര ടേക്ക് കെയർ ചെയ്യണം, ഭയങ്കര സെക്യൂർ ആയിട്ട് കൊണ്ടുപോകണം. കാരണം കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ടീച്ചേഴ്സും അതുപോലെയൊക്കെ കൊണ്ടുപോകണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഐ തിങ്ക് ജാനുവരി ഓർ ഫെബ്രുവരിയിലത്തെ ഒരു 31st, അപ്പോൾ നോർമലി അത് ഫെബ്രുവരി ആയിരിക്കില്ല, ജാനുവരി ആയിരിക്കും. 31st അതൊരു വെനസ്ഡേ ആയിരുന്നു. അപ്പം അന്നത് അവർ ചൂസ് ചെയ്തതിൻ്റെ ഒരു റീസൺ, വെനസ്ഡേസ് ലൈക്ക് മൺഡേ ടു ഫ്രൈഡേയിൽ വെനസ്ഡേസിൽ യൂണിഫോം ഡിഫറെൻ്റ് ആയിരിക്കും, വേറെ കളർ ആയിരിക്കും. അപ്പം അന്ന് പിക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആണെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസമാണ് നമ്മൾ സൂയിൽ പോകുന്നത്. അത് ആൻഡ് ഈവൻ പിന്നത്തെ ക്ലാസ്സിലേക്ക് UKG പഠിക്കുമ്പോൾ തൃശ്ശൂർ തന്നെയുള്ള പീച്ചി ഡാമിലാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. എൻ്റെ ബാഗൊക്കെ ഒന്ന് വെള്ളത്തിൽ കളഞ്ഞു പോയി. പിന്നെ അത് ഫ്രണ്ട്സോ ടീച്ചേഴ്സോ ആരൊക്കെയാണ് എനിക്ക് എടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് പോയ ട്രിപ്പുകൾ പിന്നെയൊക്കെ ഉള്ളത് ഒത്തിരി അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ആയിരുന്നു, ലൈക്ക് ഡ്രീം വേൾഡ്, സിൽവർസ്റ്റോൺ, വീഗാലാൻഡ്, ഇതെല്ലാം ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് 10ാം ക്ലാസ് എത്തി. അപ്പോൾ 10ാം ക്ലാസ് എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വലിയ ട്രിപ്പാണ് പോകുന്നത്. അത്ര നാൾ പോയിരുന്നത് 1 day or 2 day 1 day ട്രിപ്പുകൾ മാത്രം അത്ര നാൾ പോയിട്ടുള്ളൂ. ആൻഡ് ഫൈനൽ 10th എന്ന് പറയുമ്പോൾ നമുക്കതൊരു 5 to 6 days ഓഫ് ട്രിപ്പായിരുന്നു. അങ്ങനെ കുറേ നാളത്തെ ഡിസ്കഷൻസിന് ശേഷം ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം തീരുമാനിച്ചു അത് ഹൈദരാബാദ് ആൻഡ് ഈവൻ ബാംഗ്ലൂർ. അപ്പോൾ ഹൈദരാബാദും ബാംഗ്ലൂരും കൂടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്.
ഈ പറയുന്ന പോലെ തന്നെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളും കുറേ ചോദിച്ച് വാശി പിടിക്കലൊക്കെ കഴിഞ്ഞ് ഫൈനലി വീട്ടുകാർ സമ്മതിച്ചു, പൊക്കോളാൻ സമ്മതിച്ചു. ആ ടൂറിന്റെ ഒരു പൊട്ടും പൊടിയും വരെ നമുക്ക് ഭയങ്കര കൈൻഡ് ഓഫ് ക്രിസ്റ്റൽ ക്ലിയർ മെമ്മറിയാണ്. കാരണം നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരാനായിട്ട് ട്രെയിൻ കയറാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ട്രെയിൻ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി, എനിക്ക് തോന്നുന്നു 100ഓളം ഗേൾസ് ഉണ്ട്. ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് ഓൺലി സ്കൂളാണ്. LKG to 12th ഞാൻ പഠിച്ചത് തൃശ്ശൂരിലെ സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ എല്ലാം നമ്മുടെ ഉള്ളത് കൂടെയുള്ളവരെല്ലാവരും ഗേൾസ് ആണ്. ടീച്ചേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ. നമ്മൾ ഓടുക, ഈ ബാഗൊക്കെ പിടിച്ച് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെ ഓടുക, ട്രെയിൻ വന്നു എന്ന് പറഞ്ഞിട്ട്. കയറി കഴിഞ്ഞിട്ടാണ് സിസ്റ്റേഴ്സിനൊക്കെ ഒരു സമാധാനം വരുന്നത്. എണ്ണ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ എല്ലാവരും ഉണ്ട്. ഫേമസ് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിർള മന്ദിറിൽ പോയി, രാമോജി ഫിലിം സിറ്റി. അപ്പം ഇതെല്ലാം ഭയങ്കര അടിപൊളി മെമ്മറി ആയിരുന്നു. പക്ഷെ ഇതിനേക്കാൾ ഒരു പടി എന്നെ സംബന്ധിച്ച് പേര് നിൽക്കുന്നൊരു കാര്യം, അത്ര നാള് നമ്മൾ ഈ 1 day ട്രിപ്പ് മാത്രം പോകുമ്പോൾ കാണുന്ന ടീച്ചേഴ്സിനോട് ഉള്ള ഒരു കമ്പനിയെ നമുക്കുള്ളൂ. ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് 4-5 ദിവസം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അവരോട് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള കുറേ രസകരമായിട്ടുള്ള മൊമെന്റ്സ്. ആൻഡ് അവർ നമ്മുടെ കൂടെ കളിക്കാനൊക്കെ വരും. നമ്മൾ ദംഷരാജ് കളിക്കാൻ വരും, അല്ലെങ്കിൽ ചീട്ട് കളിക്കാനൊക്കെ. സിസ്റ്റേഴ്സൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ എപ്പോഴും. പിന്നെ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുമ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു കുറേ കാര്യങ്ങൾ ഇപ്പോഴും അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഭയങ്കര അടിപൊളി മെമ്മറി ആയിട്ടൊക്കെ എനിക്ക് നിൽക്കുന്നുണ്ട്. ഇത്ര നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ കാനഡയിൽ വരുന്നതിന് മുൻപ് എനിക്കുണ്ടായ ട്രിപ്പ് അല്ലെങ്കിൽ ആ ട്രാവലിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ ആയിരുന്നു. 2.5 വർഷം കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 years ആയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എന്തായാലും കുറച്ചധികം സമയം, അതായത് 2.5 മാസത്തെ വെക്കേഷൻ എടുത്തിട്ടും കൂടിയാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ട്. അപ്പം ഞാൻ ട്രാവലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ആ ഒരു ഇഷ്ടം വളർത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വിടാനുള്ള ഒരു സംഭവങ്ങളൊന്നും അവരന്ന് ഓക്കെ അല്ലായിരുന്നു. കാനഡയിൽ വന്നെടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് എന്തായാലും ടൂർ പോകാം. കുറേ പരിപാടികൾ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും ടൂറിനായിരിക്കും പ്രൈം ഇമ്പോർട്ടൻസ്. അങ്ങനെ ഞാൻ ഏപ്രിൽ മിഡിലാണ് ഞാൻ നാട്ടിൽ പോയത്. ഏപ്രിൽ മിഡ് തൊട്ട് ജൂൺ എൻഡ് വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ കാണണം, ഏതൊക്കെ സീനിയേഴ്സിനെ, ജൂനിയേഴ്സിനെ, ഫ്രണ്ട്സിനെ, ടീച്ചേഴ്സിനെ. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ, ഇപ്പം ഞാൻ പഠിച്ചത് സീക്രട്ട് ഹാർട്ടിലാണ്. സോ ഞാൻ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനെ കാണണം. ചില ടീച്ചേഴ്സ് സ്കൂളിൽ മാറിപ്പോയിട്ടുണ്ട്, അപ്പോൾ അവരവിടെ പോയി കാണണം. എനിക്ക് ഞാൻ ബിടെക് ചെയ്തത് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു ഇരിങ്ങാലക്കുട. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഫാക്കൽറ്റീസിനെ കാണണം. സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഒരു ട്രിപ്പ് പോകണമായിരുന്നു. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. 2 മാസം മുന്നേ തന്നെ പ്ലാനൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ദുബായിലുള്ള ഒരു ഫ്രണ്ട് അനു, പിന്നെ ജർമ്മനിയിലുള്ള എൻ്റെ 2 ഫ്രണ്ട്സ് കിരൺ, ഓസ്റ്റിൻ. ഇവർ രണ്ടുപേരും, കിരൺ ഓസ്റ്റിൻ ഓൾറെഡി നാട്ടിലുണ്ടായിരുന്നു. അനു ഞാൻ വരുന്നതിനനുസരിച്ച് തന്നെ നാട്ടിൽ വരാം, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നിച്ച് മീറ്റ് ചെയ്യാം, ബാക്കി കോമൺ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യാം. അതൊക്കെയായിരുന്നു ഐഡിയ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഏപ്രിൽ മിഡിൽ പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നാട്ടിലെത്തും എന്ന് പ്രതീക്ഷിച്ചതിനും 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തുന്നത്. കാരണം ദുബായിൽ ആ സമയത്താണ് ഫ്ലഡ് സംഭവിക്കുന്നതും ഞാൻ 3 days അവിടെ സ്റ്റക്ക് ആവുന്നതുമല്ല. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. ഞാൻ നാട്ടിലെത്തുന്നു. ആൻഡ് ഈവൻ ഞാൻ നാട്ടിൽ പോകുന്നത് സർപ്രൈസ് ആണ്. എൻ്റെ ഫാമിലിക്ക് അറിയില്ല, ക്ലോസ് ഫ്രണ്ട്സിൽ തന്നെ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അധികം ആൾക്കാർക്കൊന്നും ഞാൻ വരുന്ന കാര്യം അറിയില്ല. പക്ഷെ എനിക്കിതൊക്കെ പ്ലാൻ ചെയ്യണം. സോ പ്ലാൻ ചെയ്യേണ്ട ആൾക്കാരെ ഞാൻ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത പക്ഷം ഞാൻ ആരും അറിയിച്ചില്ല. ഞാൻ കൊടുക്കുന്ന സർപ്രൈസ് വീഡിയോയും ഞാൻ പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. അതിൻ്റെയും ഞാൻ ഓൾറെഡി ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഈ അനുവും കൂടെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനെ എന്തായാലും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ആദ്യം എനിക്ക് ഫീസിബിളായ കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റ്സ് ഞാൻ അനുവിന് അയച്ചു കൊടുക്കും. അനു അവൾ ഫ്രീ ആവുന്ന സമയങ്ങൾ അയച്ചു കൊടുക്കും. ഇതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തെടുത്ത് നമ്മുടെ ബാക്കി ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് അവർ പിക്ക് ചെയ്തിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, ചില ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം തന്നെ 3-4 ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും സമയത്തായിരിക്കും ഓക്കെ ഇന്ന് അവരെ കാണണം. അതായത് ഞാൻ സെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാരെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാണാനായിട്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത കാര്യങ്ങളാണ്. ഓരോ ദിവസം എന്തൊക്കെ കാണണം, കാരണം ഫാമിലിയുടെ കൂടെ എന്തായാലും എനിക്ക് സമയം ചെലവഴിക്കണം, അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോകണം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഒറ്റയ്ക്കുള്ള യാത്രകൾക്കും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസവും മെയ് ഫുള്ളും മെയ് പകുതി വരെ ഞാൻ ഈ പറയുന്ന ബാക്കി എക്സ്ട്രാ കാര്യങ്ങൾക്കെല്ലാം കൊടുത്തിട്ട് മെയ് പകുതി തൊട്ട് ജൂൺ എൻഡ് വരെ ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തിരുന്നു എനിക്ക് പോകേണ്ട ടൂറുകളൊക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ കസോളിലേക്ക് ട്രിപ്പ് പോയത്. പിന്നെ ഫാമിലിയുടെ കൂടെ കാശ്മീർ ട്രിപ്പ് പോയത്. കസോള് ട്രിപ്പ് പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു. ഓൾറെഡി ഞാൻ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
2 വർഷം കൂടി നാട്ടിൽ വരുന്നതാണ്. സ്വാഭാവികമായിട്ടും വീട്ടുകാർ ചിന്തിക്കും ഇവൾക്ക് കുറച്ച് നേരം വീട്ടിലിരുന്നുകൂടെ, അതായത് വീട്ടുകാരെ കാണണം. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ടോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ വാവയാണ്. ചേച്ചി ഹസ്ബൻഡും കാനഡയിലാണ്, വാവ നാട്ടിലാണ്. അപ്പോൾ അവളെ തിരിച്ച് കാനഡയിലേക്ക്, ഫസ്റ്റ് ടൈം ആയിട്ട് കാനഡയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ. എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഈ കസോള് ട്രിപ്പ് പോകുന്നത് എൻ്റെ ബാക്കി ട്രിപ്പുകളൊന്നും ക്ലാഷ് ആവരുത്, ഡേറ്റ്സ് ഒന്നും ക്ലാഷ് ആവരുത്. കാരണം ഞാൻ ഓൾറെഡി അതിനനുസരിച്ച് എൻ്റെ ടൈം സ്കെഡ്യൂളെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിലും വീട്ടുകാരുടെ ഒരു അപ്രൂവൽ ഇതിൽ വേണമല്ലോ. ഞാനിത് വീട്ടിൽ പറയുന്ന പക്ഷം എൻ്റെ അമ്മ പറഞ്ഞു പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അതായിരുന്നു എൻ്റെ ഹോൾ 2.5 മാസത്തെ കാലയളവിൽ എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെന്റ്. കാരണം എന്നെ ഒരു പോയിന്റിൽ കൂടുതൽ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ നിന്റെ വീട്ടിൽ അത് സമ്മതിച്ച്. എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആ കാര്യം സമ്മതിച്ചത്. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഒരു കാര്യം ഔട്ടടിച്ച് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ അറിയില്ല, എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. പക്ഷെ എന്തോ ഒരു ധൈര്യസമേതം ചോദിച്ചതുകൊണ്ടും പിന്നെ കാനഡയിലൊക്കെയല്ലേ ജീവിച്ചത്, ഇവിടെയും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ അവർ സമ്മതിച്ചതിൻ്റെ റീസൺ. അങ്ങനെ കസോള് ട്രിപ്പ് പോയി, ബാക്കി ട്രിപ്പുകൾ ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഒരു ദിവസം രാത്രി ടൂർ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും പിറ്റേ ദിവസം ഏർലി മോർണിംഗ്, ഇപ്പോൾ വേളാങ്കണ്ണിയിൽ നിന്ന് ട്രിപ്പ് കഴിഞ്ഞ് ഞാനും അമ്മയും ടോവിയും എത്തി. പിറ്റേ ദിവസം മോർണിംഗ് തന്നെ എനിക്ക് കൊച്ചി പോകണം. കാരണം അവിടെ നിന്ന് എൻ്റെ ഒരു 8 to 9 ഡേയ്സിൻ്റെ കസോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നിന്ന് വന്നൊരു 3 to 4 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ കാശ്മീരിലേക്കുള്ള ട്രിപ്പ് പോവാണ് വീട്ടുകാരുടെ കൂടെ. എനിക്കറിയാം ഇതിനെല്ലാം മണി ഒരു മാറ്ററാണ്. ആൻഡ് ഈവൻ എല്ലാവർക്കും അനുകൂല സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പലവരുടെയും സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്കും അതിനൊരു ആഗ്രഹം വേണം, നമ്മളും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പം എനിക്ക് ഈ യാത്രകളിൽ നിന്നെല്ലാം മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, കൈൻഡ് ഓഫ് ടിപ്സ് എന്നുള്ള രീതിക്ക് ഞാൻ പറയാം. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കിപ്പോൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പുതിയ രാജ്യമോ ഒരു പുതിയ സ്റ്റേറ്റ്, ഒരു സിറ്റി ഒന്നും ആവണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നടന്നിട്ട് പോലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഏറ്റവും മിനിമം ചാർജിന്, ഇപ്പോൾ ബസ്സിൽ നമുക്ക് മിനിമം ചാർജിൽ പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം പോലും ഒരുപക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുപോലും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസസ് നമുക്ക് ട്രാവൽ ചെയ്യാം, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഈ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെപ്പോഴും വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് ടൂർ പോകാൻ ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ഞാൻ ചിലവരത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും വലിയ താല്പര്യമില്ല, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമ്പനി അടിച്ച് പോവാം, ജോലി ആയിരിക്കും കുറച്ചും കൂടിയും എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെ ഒരുപക്ഷെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം സ്ഥലങ്ങളിൽ പോവും എന്നുള്ളൊരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ കാനഡയിൽ നിന്ന് നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ ഫ്രണ്ട്സോ എൻ്റെ ചേച്ചി ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ ഫ്രീ ആയിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഞാൻ വീക്കെൻഡ് വെയിറ്റ് ചെയ്തിരിക്കണമായിരിക്കും, ഫാമിലിനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരിക്കും. ഇതൊന്നും എല്ലാം കൊണ്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ആ ഒരു സമയത്തിനനുസരിച്ച് ഞാൻ ഒറ്റയ്ക്കും ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എനിക്ക് ട്രാവൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ടൂർ പോവുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കരുത്. പിന്നെ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം, ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട്, ലെസ് ലഗേജ് ഈസ് മോർ കംഫർട്ടബിൾ. അന്ന് അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ലായിരുന്നു. കാരണം 2 ദിവസത്തെ ട്രിപ്പിനാണെങ്കിൽ ഒരു 4-5 ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോകും, പല പല ഡ്രസ്സുകൾ ഇടാനും. പക്ഷെ ഇതൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അന്നൊക്കെ അതായത് വാഷ് ചെയ്യുന്നത് അമ്മയായിരിക്കും, അലക്കുന്നത് അമ്മയായിരിക്കും. വൺസ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ സമയത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കസോളൊക്കെ ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്തിട്ട് വേണം ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട്. അപ്പം എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ഓൾറെഡി എനിക്ക് വാർണിംഗ് തന്നിരുന്നു, ഒത്തിരി സാധനങ്ങളും ഒത്തിരി ഡ്രസ്സുകളും ഒന്നും തന്നെ എടുക്കരുത്, എടുക്കുന്ന സാധനങ്ങൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരിക്കണം. അത് ആ ട്രാവലിങ്ങിൻ്റെ സമയത്ത് എനിക്ക് വളരെ ഒരു അടിപൊളി ഹെൽപ്ഫുൾ ആയിട്ടൊരു അഡ്വൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പണ്ടമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ എൻ്റെ ഹോൾ യാത്ര ഭയങ്കര സ്മൂത്തായി. ഒരു ടിപ്പും കൂടെ, അതിനൊരു ടിപ്പെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഫുൾ യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ കൂടുതലും 1-2 പേരൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്നും പോകുന്നതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു പനി വന്നു, എനിക്ക് വയ്യാണ്ടായി, കാലുവേദന വന്നു, കൈവേദന വന്നു, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരത് കേൾക്കും, അവർ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒറ്റയ്ക്കും 2 പേരുടെ കൂടെയൊക്കെ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു പരിധിക്ക് കൂടുതൽ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്ത് തരാൻ പറ്റില്ല. അപ്പം നമ്മളെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി 8 to 9 ഡേയ്സിൻ്റെ ട്രിപ്പിന് ഒരു 2-ാമത്തെ 3-ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ നമുക്കൊരു തോട്ട് വരികയാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതായത് വീട്, എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് ആ ഒരു ഇൻസൈറ്റ് എനിക്ക് തന്നത്. വീട് എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് ആലോചിക്കാനുള്ളത് കൊണ്ടാണ് നമുക്കൊരു
ഒരു സുഖം മനസ്സിലുള്ളത്. അതായത് 8 ദിവസം കഴിഞ്ഞാലും വീട്ടിൽ തിരിച്ചെത്താം, ഒന്ന് സമാധാനമായിട്ട് നമ്മുടെ കട്ടിലിൽ കിടക്കാം. അതെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇതൊക്കെയാണ് എനിക്ക്. ഇതൊന്നും ഇത്ര വലിയ ട്രിപ്പ് അല്ല, ഞാനൊരു വലിയ ട്രാവലർ അല്ല, ഒത്തിരി സ്ഥലങ്ങളൊന്നും ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്ത് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ച് കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് നോർമലി ട്രാവൽ ചെയ്തതിൽ നിന്നും ഒരു പടി മുകളിൽ കയറി അവരിപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ അവരിങ്ങനെ ഹൈദരാബാദ് രാജസ്ഥാനൊക്കെ പോയി. പക്ഷെ അത് മാത്രമല്ല, അവര് KSRTC, എനിക്ക് തോന്നുന്നു നമ്മുടെ KSRTC തന്നെ പല സ്ഥലങ്ങളിലേക്ക് 1 ഡേ ട്രിപ്പ് 2 ഡേ ട്രിപ്പ് ഒക്കെ. അപ്പൊ അവര് റീസെന്റ് ആയിട്ട് പോയത് മലക്കപ്പാറയിലേക്കായിരുന്നു. KSRTCയിൽ അവര് പുതിയ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. അവരെ സംബന്ധിച്ച് അത് ഭയങ്കര അടിപൊളി മൊമെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും പ്രണയിക്കുന്നവരും എല്ലാം, അതിപ്പോ ഒരു കുഞ്ഞു യാത്ര ആയിക്കോട്ടെ, നടക്കുന്നത് പോലും ആയിക്കോട്ടെ, പുതിയൊരു സ്ഥലത്തേക്ക് എൻജോയ് ചെയ്ത് ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ പരമാവധി ഈ അടുത്തുള്ള സമയങ്ങളിൽ തന്നെ ചെയ്യുക. പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ.